യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരിക്കാൻ കഴിയാത്ത ഒരാളിന് നിങ്ങൾ കണ്ടെത്തിയ ആളെ കോൺഗ്രസിന്റെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, അത് നാടകമാണെന്നും അത് കണ്ണിൽ പൊടിയിടാനാണ് ഒക്കെ നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അങ്ങനെ പറയുന്ന ഒരാളെ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി വെക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാനത്തെ ആണിയാണ്. ശ്രീ എ കെ ഷാനിബ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വി ഡി സതീശനും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. രാഹുലിനെതിരെ കർക്കശമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരുന്നതും റിപ്പോർട്ടുകളും എല്ലാം. പക്ഷേ സസ്പെൻഷൻ എന്ന കാര്യത്തിൽ ആ നിലപാടിൽ ഒരു തീരുമാനമായിരിക്കുന്നു ഏറെക്കുറെ. അതായത് മാത്രമല്ല, ഇന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് ന്യായീകരണവും യുക്തിയും ഇല്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ പിടിച്ചു കിട്ടിയെന്നാണ് ഷാനിബ് മനസ്സിലാക്കുന്നത്? അല്ല, ഇപ്പോ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് കൂടുതൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീകൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും അപമാനിക്കുന്ന നിലപാട് പരസ്യമായി KPCC പ്രസിഡന്റിനെ പോലെയുള്ള വളരെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്ന സണ്ണി ജോസഫിന് പോലും ജനങ്ങളുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇവിടെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഒരു സൈക്കോപാത്തിനെ പോലെ സ്ഥിരമായി സ്ത്രീകളെ മുഴുവൻ എന്ന തരത്തിൽ തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ അയാളുടെ ക്രൂരമായ ചെയ്തികളെക്കുറിച്ചും അയാളുടെ പ്രവൃത്തികളെക്കുറിച്ചും കേരളത്തിലെ ജനസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് പരാതിയില്ല എന്നാണ്. എന്നാൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നടപടികൾ ഇയാൾക്കെതിരെ എടുത്തത് എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ടതല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്രയും നടപടികൾ എടുത്തു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത്, ആ കാര്യങ്ങളെല്ലാം അയാളെ ജനപ്രതിനിധി എന്ന നിലയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നതാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഉമാ തോമസിനെ പോലെയുള്ള ജനപ്രതിനിധികൾക്ക് മനസ്സിലാകുന്നുണ്ട്. KK രമയെ പോലെയുള്ള UDF-നകത്തുള്ള 2 MLA-മാരാണുള്ളത്. 2 MLA-മാരും കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാലിനെ പോലെ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2-മത്തെയോ 3-മത്തെയോ ആളുടെ സഹധർമ്മിണി പറയാൻ കഴിയാവുന്നതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവരും അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഉളുപ്പില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരോട് എന്താണ് പറഞ്ഞിട്ട് കാര്യം? കഴിഞ്ഞ 3-4 ദിവസമായി കേരളം ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് ഈ പുറത്തു വന്ന വാർത്തകൾ, ഞാൻ നിന്നെ ചവിട്ടി കൊല്ലും എന്ന് പറയുന്നത്, പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ നീ നിന്റെ വഴി നോക്ക്, ഞാൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരുത്തനോട്, ഒരു പെൺകുട്ടിയെ ഗൂഢാലോചന നടത്തി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്നതും ഡ്രൈവറെ വിട്ട് ഒരു പെൺകുട്ടിയെ പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ആൾക്കൂട്ടമാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഗൂഢാലോചന നടത്തി കൊണ്ടുപോയി ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ പ്രണയാർദ്രമായ നിമിഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബന്ധപ്പെട്ടതിന് ശേഷം അതിന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കല്യാണം ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളോട്, അതുപോലെ തന്നെ നീ മരുന്ന് കഴിക്കണം എന്ന് നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരാളോട്, അങ്ങനെ ഒരാളെ അവിടെ തന്നെ തുടരാൻ അനുവദിച്ചിട്ടാണ് KPCC പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് സ്ത്രീകളുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നടപടി ഞങ്ങളെടുത്തു, മറ്റാരും എടുത്തിട്ടില്ല, ചരിത്രത്തിൽ ആരും എടുക്കാത്ത നടപടി എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് അവർ സ്വയം അപഹാസ്യരാണ്. ഉളുപ്പില്ല എന്ന് വ്യക്തമായി നിന്ന് പറയേണ്ടി വരുന്ന KPCC പ്രസിഡന്റിനെ സഹതാപത്തോടു കൂടിയാണ് കേരളത്തിലെ സമൂഹം കാണുന്നത്. ഒരു കാര്യം വ്യക്തമായി പറയാം, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരിക്കാൻ കഴിയാത്ത ഒരാളിന് നിങ്ങൾ കണ്ടെത്തിയ ആളെ കോൺഗ്രസിന്റെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, അത് നാടകമാണെന്നും അത് കണ്ണിൽ പൊടിയിടാനാണ് ഒക്കെ നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അങ്ങനെ പറയുന്ന ഒരാളെ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി വെക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാനത്തെ ആണിയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. 1980-ലും 90-കളിലും ഒക്കെ രാഷ്ട്രീയം പറഞ്ഞതുപോലെ അല്ല ഇപ്പൊ രാഷ്ട്രീയം പറയേണ്ടത് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇത് ശ്രദ്ധിക്കണം. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി.